ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഗൈസ്. ബിഗ് ബോസ് മലയാളം 7 പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഗൈസ്. പ്രഡിക്ഷൻ അങ്ങനെ തന്നെ പറയല്, മറുപടി ഒന്നുമില്ല ഗൈസ്. ഇന്ന് പ്രഡിക്ഷൻ ലിസ്റ്റിലാണ് ഗൈസ് നമ്മളിന്ന് ആ വീഡിയോ ആണ് ചെയ്യുന്നത് ഗൈസ്. ഗൈസ് ചില യൂട്യൂബേഴ്സൊന്നും ചെയ്ത് പ്രഡിക്ഷൻ ലിസ്റ്റ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ചെയ്ത് ഗൈസ്. ഞാനേ ചെയ്യാൻ ലേറ്റ് ആയില്ലോ ഗൈസ്. ഇന്നത്തെ വീഡിയോ പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഗൈസ്. ഇപ്പോൾ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ആദ്യത്തെ വ്യക്തിയെ നമുക്ക് നോക്കാം. പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യത്തെ വ്യക്തിനെ ഗൈസ്, ആദ്യത്തെ വ്യക്തി ഗൈസ് ഇത് മറ്റേ ഫിറ്റ്നസ് അതല്ലേ, ഫിറ്റ്നസ് ട്രെയിനർ അല്ലേ, പേരെന്നാ ദിൽസിൽ ഗൈസ്. ദിൽസിൽ എന്ന് പേര്. ഒരു മിനിറ്റ് ഗൈസ്, ഞാനിതൊന്ന് ഗൈസ് ക്യാമറ കുഴപ്പമില്ല കളറുണ്ട്. ഓക്കെ ഗൈസ്, ആദ്യത്തെ ആൾ ദിൽസിലാണ് ഗൈസ്. ദിൽസിൽ. അപ്പോൾ ഗൈസ് ഞാൻ ഇവരെ ചില വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്. യൂട്യൂബിലെ ചില വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഫിറ്റ്നസ് ട്രെയിനർ, കറക്റ്റ് ഗൈസ്. അടുത്ത നമുക്ക് നോക്കാം. പ്രൊഡിക്ഷൻ ലിസ്റ്റിലെ രണ്ടാമത്തെ വ്യക്തി അനുമോൾ. ഗൈസ് അനു കെ എസ് കാർത്തു, അങ്ങനെ എന്തോ പേരെന്ന് തോന്നുന്നു ഗൈസ്. സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ട് ഗൈസ്, ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റ്. ഗൈസ് അനു ആർട്ടിസ്റ്റ് എന്നാണുള്ളത് ഗൈസ്. അനു ആർട്ടിസ്റ്റ്. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ വ്യക്തിയും നമ്മൾ കണ്ടു. പ്രൊഡിക്ഷൻ ലിസ്റ്റിലെ രണ്ടാമത്തെ വ്യക്തിയെ കണ്ടു ഗൈസ്. മൂന്നാമത്തെ ഉണ്ണിക്കണ്ണനാ ഗൈസ്. ഉണ്ണിക്കണ്ണന ബിഗ് ബോസിലുണ്ട്. അല്ല, ബിഗ് ബോസിൽ ഉണ്ടാവുന്ന ഉറപ്പ് പറയാൻ കഴിയില്ല ഗൈസ്. ഇത് പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ് ഗൈസ്. ഉണ്ണിക്കണ്ണൻ ഗൈസ്, നമ്മൾ വിജയിൻ്റെ ഏറ്റവും വലിയ ആരാധകർ ഗൈസ്. ഞാൻ ഉണ്ണിക്കണ്ണനെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. ഉണ്ണിക്കണ്ണൻ ഉണ്ടായി ഉണ്ണിക്കണ്ണനെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. നമുക്ക് അടുത്ത ആരാ നോക്കാം ഗൈസ്. അടുത്ത നാലാമത്തെ അല്ല പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഗൈസ്. നാലാമത്തെ വ്യക്തി ആരാ നമുക്ക് നോക്കാം ഗൈസ്. നാലാമത്തെ വ്യക്തി ഗൈസ് ഇവിടെ ഒരുമാതിരി നെറ്റ് സ്ലോ ആണ് വീരാന്ത്. ഗൈസ് വ്യക്തി നമുക്ക് നോക്കാം ഗൈസ്. ഞാനുണ്ടല്ല ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഫോട്ടോയിൽ പേരില്ല. ഞാൻ പേര് വേറെനകത്ത് എഴുതി വെച്ചിട്ടാവില്ലേ, അതാണ് എൻ്റെ മിസ്റ്റേക്ക്. എന്നുവെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം ഗൈസ്, ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ പേര് എഴുതി വെച്ചിന്. അയ്യോ ഗൈസ്, അടുത്ത വ്യക്തി ഏതാണെന്നറിയാം? പ്രണവ് കൊച്ചു. ഗൈസ് പ്രണവ് കൊച്ചു ഉണ്ട് കേട്ടോ. വ്ളോഗർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ പ്രണവ് കൊച്ചു ഉണ്ട് ഗൈസ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഗൈസ്. മറ്റേ ഇവരൊന്നുമില്ലേ, തൊപ്പിയൊന്നുമില്ല എന്ന് തോന്നുന്നല്ലോ ഗൈസ്. തൊപ്പി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ തൊപ്പി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. തൊപ്പിയില്ല ഗൈസ്. തൊപ്പി ഈഗിൾ ഗെയിമിങ്ങിലുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അവരില്ല ഗൈസ്. സായിപ്പ് അവരൊന്നുമില്ല ഗൈസ്. പ്രണവ് കൊച്ചു ഗൈസ്. പ്രണവ് കൊച്ചു ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് ഗൈസ്. പ്രണവ് കൊച്ചിനെ ഗൈസ് ഞാൻ അവരെ വീഡിയോ എപ്പം കാണും കേട്ടോ. പ്രണവ് ഏട്ടൻ്റെ വീഡിയോ പിന്നെ പ്രവീൺ ഏട്ടൻ്റെ വീഡിയോ ഞാൻ എപ്പം കാണുന്നത് ഗൈസ്. ബിഗ് ഫാനാണ് ഗൈസ് ഞാൻ ഗൈസ്. നമുക്ക് പ്രണവ് കൊച്ചുണ്ട് ഗൈസ്. അടുത്തത് ഫോട്ടോ അലിൻ ജോസ് പെരേര ഗൈസ്. അലിൻ ജോസ് പെരേരയുണ്ട് ഗൈസ്. അലിൻ ജോസ് പെരേരൻ്റെ ബിഗ് ബോസ് ഉണ്ടല്ലേ. ഗൈസ് അലിൻ ജോസ് പെരേര ഗൈസ്. അടുത്തത് ആറാട്ടാണ് ഗൈസ്. ആറാട്ടണ്ണനും ഉണ്ട്. വൈബ് ഗൈസ്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കലക്കി മറിക്കും. ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും. അലിൻ ജോസ് പെരേരൻ്റെ വ്യത്യസ്തമായ ഡാൻസൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസ് 7 ഗൈസ്. അവതാരകൻ ലാലേട്ടൻ തന്നെയല്ലേ, വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അല്ല, അവതാരകൻ മാറുന്നുണ്ടാലും ചെറിയൊരു വീഡിയോ കണ്ടില്ല ഗൈസ്, അത് വ്യാജായിരിക്കാം ഗൈസ്. അടുത്ത ആരാണ് ആറാട്ടെണ്ണം കഴിഞ്ഞു ഗൈസ്. അടുത്തത് അഷ്കർ ടെക്കിയാണ് ഗൈസ്. യൂട്യൂബർ അഷ്കർ ടെക്കി ഗൈസ്. യൂട്യൂബേഴ്സിൽ ഇപ്പം അഷ്കർ ടെക്കി വന്നിട്ടില്ലോ, വേറെ യൂട്യൂബറൊന്നും ഇല്ലേ? ഉണ്ടാവുമായിരിക്കും ഗൈസ്, നമുക്ക് നോക്കാം. അഷ്കർ ടെക്കി ഗൈസ്. ഞാൻ അഷ്കർ ടെക്കിൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഗൈസ്. ഞാൻ മുമ്പ് മറ്റേ കൊറോണ ടൈമിൽ ഇരുന്ന് കണ്ട വീഡിയോസ് കാണാൻ ഒരു ഇതാണ്. അഷ്കർ ടെക്കിൻ്റെ വീഡിയോ ഞാൻ ഇരുന്ന് കാണുന്നുണ്ട് ഗൈസ്. അഷ്കർ ടെക്കി ഒരു യൂട്യൂബർ ഗൈസ് ഉണ്ട്. പ്രൊഡിക്ഷനാണ് ഗൈസ്, ചിലപ്പോൾ ഉണ്ടാവും ഗൈസ്. പിന്നെ അടുത്തത് അഷ്കർ ടെക്കി ഗൈസ്. ഞാൻ വിചാരിച്ചു ഗൈസ് പ്രശ്നേഷ്, നമ്മളെ ഡീപ്പ് ക്ലീനർ പ്രശ്നേഷ് ഉണ്ട് ഗൈസ്. എന്നാൽ ഗ്രീൻ ഹൗസ് സർവീസ് അങ്ങനെ എന്തല്ലേ, ഗ്രീൻ ഹൗസ് അങ്ങനെന്തോ ഗൈസ്, ഞാൻ ഓർമ്മില്ല ഗൈസ്. പ്രശ്നേഷ് ഉണ്ട്. മൊത്തം പ്രശ്നമുള്ള പ്രശ്നേഷ് എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ എന്തായാലും പ്രശ്നേഷിനെ കാണാനുണ്ട് ഗൈസ്. ഗൈസ് അടുത്തത് ആരാണ്? ഗൈസ്. ഓക്കെ പ്രശ്നേഷ്. ഇതെത്രാമത്തെ? ഇത് കുറേ ആയല്ലേ. ഓക്കെ ഗൈസ്, ഇതെത്രാമത്തെയാ? 8 പേര് നമ്മൾ നോക്കിയല്ലേ. 9ാമത്തെ കേസ്
സെലിബ്രിറ്റി ആങ്കർ മസ്താനി ഗൈസ്. ഓ മസ്താനി ഉണ്ട് ഗൈസ്. മസ്താനി ഉണ്ട് പൊളിക്കൂട്ടാ മസ്താനി. സെറ്റ് സെലിബ്രിറ്റി ആങ്കർ. ഓ അതെ ഗൈസ്, ഞാൻ അവരെ ഇൻ്റർവ്യൂ ആണല്ലോ ഗൈസ്. എന്നാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെ എന്തോ. ഗൈസ് അങ്ങനെ ബിഹൈൻഡ് വുഡ്സ് നിർത്തിയെന്നോ അല്ലേ മലയാളം. അവർ നിർത്തി ഗൈസ്, അവർ തമിഴിലേക്ക് പോയി. ഗൈസ് സെലിബ്രിറ്റി ആങ്കർ മസ്താനി ഗൈസ്. ലാസ്റ്റ് വൺ രേണുസുതി ഗൈസ്. രേണുസുതി എന്തായാലും ഉണ്ട്. ഞാൻ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റും എടുത്ത് നോക്കിയെടുത്ത് ഗൈസ് രേണുസുതി ഉണ്ട് ഗൈസ്. രേണുസുതി ഉണ്ട് എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും. രേണുസുതി ഫസ്റ്റ് ഉണ്ട് ഗൈസ്. പിന്നെ എല്ലാവരും ഫസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഫോട്ടോ വെച്ചത്. രേണുസുതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മറ്റേ അഷ്കർ ടിക്കിൻ്റെയും പിന്നെ മറ്റേ ഉണ്ണിക്കണ്ണൻ്റെയും. അല്ല ഉണ്ണിക്കണ്ണൻ്റെ അല്ല, നമ്മൾ ആദ്യം ഒരാൾ നോക്കിയിട്ട് എന്തായിരുന്നു പേര്, ദിൽസിൽ ഫിറ്റ്നസ് ട്രെയിനർ. ദിൽസിൻ്റെ ഇവരെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയല്ല, വേറെ ഇങ്ങനെ മറ്റേ ഇതിനകത്ത് കണ്ടിട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വേറെ കണ്ടിട്ട് ഞാൻ അങ്ങനെ അവരെ പേര് മാത്രം അടിച്ചു കൊടുത്തിട്ട് ആഡ് ചെയ്തവരെ. ബാക്കിയെല്ലാം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ തന്നെ എടുത്തത് കേസ്. അവരുടെ എടുത്ത് തന്നെ, പക്ഷെ അവരുടെ ആടുന്ന ഒരു ഫോട്ടോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കേസ് അവരെ പേര് നോക്കിയിട്ട് വേറെ ഫോട്ടോ എടുത്തവരെ അങ്ങനെ ചെയ്തിട്ട്. ബാക്കിയെല്ലാം ഉള്ളതെന്നല്ല, ബാക്കി എല്ലാം ഉള്ളത് തന്നെ. പക്ഷെ ഞാൻ അവരെ അതിൻ്റെ അകത്ത് കോപ്പി ചെയ്ത് എടുത്തില്ല, വേറെ കോപ്പി ചെയ്യാണ്ട് വേറെ എടുത്തിന് കേസ്. അതുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു ക്ലിയർ വ്യത്യാസം. ഓക്കെ, ഇത്ര 10 പേര് നമ്മൾ അങ്ങനെ കണ്ടു. പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ അങ്ങനെ 10 പേരുണ്ട് കേസ്. 10 പേരെന്ന് ലീനക്കാണി ഉണ്ടാവും കേസ്. ഞാൻ 10 പേരെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് അധികം കൂട്ടി ബോറടിപ്പിക്കാൻ ഞാൻ വിചാരിച്ചു കേസ്. അതുകൊണ്ടാണ് കേസ്. അടുത്ത് നല്ല ചാലഞ്ച് വീഡിയോ ആയിട്ട് വരാം കേസ്. വ്ളോഗ് എന്തായാലും ഞാനിന്ന് ചെയ്താലും കഴിഞ്ഞ്. ഇനി വ്ളോഗ് ചെയ്തിട്ടുണ്ട്, വ്ളോഗ് വരും. ഇനി ചാലഞ്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ചാലഞ്ച് വീഡിയോ ചെയ്താൽ ചാലഞ്ച് വീഡിയോ വരും. കേസ് അത്രേ ഉള്ളൂ കേസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. കേസ് പിന്നെ കേസ് നമ്മുടെ ചാനലിൽ 71 സബ്സ്ക്രൈബേഴ്സാക്കി. ഞാൻ പറയണം വിചാരിച്ചൊരു കാര്യം കേസ്. 75 സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് നമ്മൾ കടന്നു. 75 സബ്സ്ക്രൈബേഴ്സിലേക്ക്. പിന്നെ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിനെ. ആ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു 75 സബ്സ്ക്രൈബേഴ്സ് അറിയാം. പിന്നെ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പം ആ 75 സബ്സ്ക്രൈബേഴ്സ് നേരെ 71 സബ്സ്ക്രൈബേഴ്സിലേക്ക് തന്നെ വന്നത്. കേസ് ആരാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത്? 4 ആൾ അൺസബ്സ്ക്രൈബ് ചെയ്തത്. കേസ് പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് എന്താണ് കേസ്. നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട പണിയല്ലുള്ളൂ. ഞാനിൽ ഇങ്ങനെ പറയേണ്ട അവസ്ഥയുള്ളൂ. നിങ്ങൾക്ക് അവിടെ നിൽക്കല്ലോ കൊണ്ടു നിൽക്ക് പ്ലീസ് കേസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേസ്. പുതിയൊരു വീഡിയോ കാണാം. ബൈ, ഗുഡ് നൈറ്റ് കേസ്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് രാത്രി ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത് കേസ്. രാത്രിയാണ് കേസ്. സമയം ഏതാണ്ട് ഒരു 11:45 ഉറങ്ങാൻ പോലെ കേസ്. ഉറങ്ങാൻ പോകുമ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ചെയ്ത് കേസ്. ബൈ, പുതിയൊരു വ്ളോഗ് ചാനൽ ചെയ്യണം.